മനുഷ്യന് ഏതു സാഹചര്യത്തിലും താങ്ങും തണലുമായി നിൽക്കുന്നത് കലയാണെന്ന് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ രാജു നാരായണസ്വാമി. അർദ്ധരാത്രിയിൽ തലയിണയെ കെട്ടിപ്പിടിച്ചു കരയാത്തവർ ആരെങ്കിലുമുണ്ടോ? ഇത്തരം മനുഷ്യരിൽ അമൃതവർഷിണിയായി പെയ്യുന്ന മാസ്മരിക കലാരൂപമായിട്ടാണ് കഥകളിയെ താൻ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അയിരൂർ ചെറുകോൽപ്പുഴ പമ്പ മണൽപ്പുറത്ത് നടത്തുന്ന നൃത്തം ത്രിദിന അന്താരാഷ്ട്ര സെമിനാറിൽ കഥകളിയിലെ നൃത്തം എന്ന വിഷയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ മനുഷ്യന് താങ്ങും തണലുമായി നിൽക്കുന്നത് കലയാണ്. താങ്ങും തണലുമായി നിൽക്കാൻ കലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പാതിരാവിൻ തൻ തലയിണമേൽ മിഴുനീർ ചൊരിയാത്തവരാരും, അർദ്ധരാത്രി തലയിണയെ കെട്ടിപ്പിടിച്ച് കരയാത്തവരാരെങ്കിലും ഉണ്ടോ? അന്തിയിൽ ദുഃഖത്തിൻ സൗവർണ ദീപ്തിയെ കണ്ടെത്തിടാത്തവരാരും, ആര്യമറിയിൽ എന്തിനീ നോവിന്റെ വീണയും മീട്ടി ഞാൻ നിൽപ്പൂ എന്ന് ചിന്തിക്കുന്ന, സന്ദേഹിക്കുന്ന, സംശയിക്കുന്ന മനുഷ്യന് അമൃതവർഷിണിയായി തീരുന്ന മാസ്മരമായ ഒരു കലാരൂപമായിട്ടാണ് കഥകളിയെ ഞാൻ കാണുന്നത്. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോകുമ്പോഴും ദുര്യോധന വധവും കിരാതവും അരങ്ങ് തകർത്താടുമ്പോഴും അത് അനുവാചകന്റെ മനസ്സിൽ പെയ്യിക്കുന്നത് ഒരു കുളിർ മഴയാണ്. അതുകൊണ്ട് കാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ സംഘടിപ്പിച്ച് നമ്മുടെ വിവിധ കലാലയങ്ങളിലെ കുട്ടികളെ അതിലേക്ക് ആകർഷിച്ച് ഈ കലയുടെ തിരുനാളങ്ങളും തീപ്പന്തങ്ങളും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറുന്ന ഈ വേദി കരുപ്പിടിപ്പിച്ച് ഇതിന്റെ സംഘാടകരെ അനുമോദിക്കുവാനും അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചമില്ല, അംഗീകരിക്കുക ധന്യവാദങ്ങളെ. നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചമില്ല, അംഗീകരിക്കുക ധന്യവാദങ്ങളെ എന്ന വയലാറിന്റെ വരികളാണ് ഈ അവസരത്തിൽ എന്റെ മനസ്സിൽ മുഴങ്ങുന്നത്. റിട്ടയർ പ്രിൻസിപ്പൽ മാലൂർ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ചിക്കാഗോ ട്രിനിറ്റി കോളേജിലെ അഡ്ജന്റ് പ്രൊഫസർ ഡോക്ടർ എതിരവൻ കതിരവൻ സെമിനാർ വിശദീകരണം നടത്തി. കലാമണ്ഡലം ഉല്ലാസ്, പ്രൊഫസർ D പ്രസാദ്, ഡോക്ടർ ജിജു V ജേക്കബ്, അനുരാധ ശ്രീജിത്ത്, ബോബൻ T ചാണ്ടി, ദിനിൽ ദിവാകർ എന്നിവർ പ്രസംഗിച്ചു.